ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ നിരാശയുടെയും ദേഷ്യത്തോടെയും പ്രതാപനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ സന്യാസി എല്ലാം ചെയ്തു എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് അച്ഛൻ ഈ ജന്മം കഴിയില്ല എന്ന് പറയുമ്പോൾ, അല്ല മോളെ, മോൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയെങ്കിലും തരാതെ അച്ഛൻ ജയിലിലേക്ക് പോകില്ല എന്ന് പ്രതാപൻ പറയുമ്പോൾ എനിക്ക് വിശ്വാസമില്ല എന്നും, ഈ ഓണമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഓണം. കഴിഞ്ഞ ഓണമൊക്കെ ഇതിലെയും എത്രയോ ഭേദമായിരുന്നു. അന്ന് പക്ഷേ കണ്ണന് നടക്കാൻ കഴിയുമായിരുന്നില്ല, ലക്ഷ്മിക്ക് കുഞ്ഞും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും ചൂടാവുമ്പോൾ, ഞാൻ ഏതായാലും ഒട്ടുപാലയെ കണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പ്രതാപൻ പറയുമ്പോൾ, എത്ര തവണയായി ഇങ്ങനെ ഗുണ്ടകൾക്ക് വാരി കോരി കൊടുക്കുന്നു. ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തിട്ട് എന്തായി? എനിക്ക് എൻ്റെ കുഞ്ഞിനെയല്ലേ നഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ അവൾക്ക് മുൻപേ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായേനെ എന്ന് പ്രതാപൻ പറയുമ്പോൾ, എങ്കിലും ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ, സ്വന്തം ഭാര്യയെയും കുഞ്ഞിനും ചെലവിന് കൊടുക്കാത്ത ഒരുത്തൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. ഏതായാലും അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശിയുടെ തറവാട്ട് വീട്ടിലേക്ക് പോകുമെന്ന് കരുണ പറയുന്നത് കേട്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. കേസ് നടത്തി അച്ഛൻ്റെ സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിയുടെ കുടുംബ വീടും മുത്തശ്ശിയുടെ സ്വർണം മാത്രമേ ബാക്കിയുള്ളൂ എന്നെല്ലാം കരുണ വീണ്ടും പറയുമ്പോൾ, അമ്മ ആ ദ്രോഹിക്ക് എല്ലാം എഴുതി കൊടുത്തല്ലോ എന്നെല്ലാം സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. വീണ്ടും പ്രതാപൻ കരുണയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, ദയവ് ചെയ്ത് ഇനിയും പ്രതീക്ഷകളൊന്നും തരല്ലേ, അച്ഛനും എൻ്റെ ഭർത്താവിനും എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ ജന്മം കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം പ്രതാപൻ ഒട്ടുപാലയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ആ സന്യാസിയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയില്ല എന്നും, വെള്ളം കുടിച്ച ഒരു സന്യാസിയെ നാട്ടുകാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് അയാൾ പറയുന്നതും, ഒന്നും നടന്നു കാണില്ല എന്ന് പ്രതാപൻ പറയുന്നതും, ഇനി ഞാൻ തന്നെ നേരിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇറങ്ങാം, പക്ഷേ ആ മാർക്കോയെ ഓർക്കുമ്പോഴാണ് ഒരു പേടി എന്ന് ഒട്ടുപാല പറയുന്നതും, മാർക്കോയെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പൊക്കും, എന്നിട്ട് പോലും എനിക്കൊരു പേടിയും തോന്നുന്നില്ല, പിന്നെ ഗുണ്ടയായി നിനക്ക് ഇതൊക്കെ പറയാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. എന്തായാലും ഞാൻ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ, സാറ് തന്ന പൈസയ്ക്ക് ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല എന്നും അയാൾ പറയുന്നുണ്ട്. ഓണമായിട്ട് കണ്ണനും ലക്ഷ്മിയും കരഞ്ഞു നിലവിളിക്കണം, അത് കണ്ട് എൻ്റെ മോള് സന്തോഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പ്രതാപൻ പറയുമ്പോൾ, ഈ ഓണം അവർക്ക് കരുദിനമായിരിക്കുമെന്ന് തന്നെ അയാൾ ഉറപ്പ് കൊടുക്കുന്നു. ഏതായാലും ഒരു ചാൻസ് കൂടി നിനക്ക് ഞാൻ തരുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അയാളോട്. പിന്നീട് കാണിക്കുന്നത് മഹിയും ലേഖയും കൂടി ആ സന്യാസിയുടെ വരവിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ആ സന്യാസിയെ ഞാൻ കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയായിരിക്കും പറഞ്ഞു വിട്ടതെന്ന് മഹി പറയുമ്പോൾ, അത് ചിലപ്പോൾ മഹി ആ അമ്മയോട് ചോദിച്ചാൽ കൂടി അമ്മ അത് സമ്മതിച്ചു തരണമെന്നില്ല എന്ന് പറയുന്നുണ്ട് ലേഖ. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും അമ്മ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ ജനനം പോലും, നീലാംബരി എന്ന പേര് പോലും ആ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അന്ന് കണ്ണേട്ടന് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഒരമ്മയാണ് കണ്ണേട്ടന് അയ്യപ്പ വിഗ്രഹം നൽകിയത്. പിന്നീട് ആ അമ്മയെ കണ്ണേട്ടൻ കണ്ടപ്പോഴും ആ അമ്മയ്ക്ക് വലിയ പ്രായാധിക്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ട് ദൈവം അയച്ചതായിരിക്കും ആ അമ്മയെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. എൻ്റെ കാര്യത്തിൽ മെഡിക്കൽ സയൻസും തോമസ് സാറും ഒക്കെ തോറ്റു, പക്ഷേ ആ സ്വാമി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും സിദ്ധിയായിട്ടുള്ള അമ്മയെ മഹി കാണുകയാണെങ്കിൽ എൻ്റെ കാര്യത്തെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്ന് ലേഖ പറയുമ്പോൾ, ആ അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ലേഖയ്ക്കും ഇതുപോലെ ഒരു തങ്കക്കുടത്തിന് ജന്മം നൽകാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് പ്രതാപൻ ജാനമ്മയുടെ മകനെ കാണാനായിട്ട് ചെല്ലുന്നു. അയാൾക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയുന്ന പ്രതാപനാണെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കടം മുഴുവൻ വീട്ടാമെന്നും, തുടർന്ന് ഒരു കുഞ്ഞിനെയാണ് കൊല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറയുന്നു. പിന്നീട് ജാനമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച് പൗഡർ ഇടിക്കുന്നതൊന്നും ലേഖയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇന്ന് കുഞ്ഞ് കുളിപ്പിച്ചപ്പോൾ അല്പം പോലും കരഞ്ഞില്ല എന്നും, അല്ലെങ്കിൽ ദേഹത്ത് വെള്ളം വീണാൽ കരയുമെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് ലേഖയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്താ മഹി അങ്ങനെ പറഞ്ഞത് എന്നും, ഇത്രയൊക്കെയല്ലേ കുഞ്ഞ് കരയാറുള്ളൂ എന്ന് ലേഖ ചോദിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ജാനമ്മ. അത് ശരിയാണെന്നും, എങ്കിലും ലേഖയെ ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും ലേഖ അവിടെ നിന്നും പിണങ്ങി പോകുന്നു. ശേഷം ജാനമ്മയോടായിട്ട് മഹി പറയുന്നുണ്ട്, ലേഖയ്ക്ക് മോളെന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ ഗർഭിണിയായ സമയം മുതൽ കുഞ്ഞിൻ്റെ ഓരോ ചലനവും ലേഖ അത്രത്തോളം നിരീക്ഷിച്ചിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഹി ജാനമ്മയോട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന കണ്ണനോട് കുഞ്ഞിൻ്റെ ഗ്രഹനില നോക്കിച്ചു എന്നും,
മിടുമിടുക്കിയായിട്ട് നീലാംബരിമോൾ വളരും എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത് എന്നും ദുർഗ അറിയിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണൻ ദുർഗയ്ക്കുള്ള ഓണക്കോടിയൊക്കെ കൊടുക്കുന്നു. ഇതേ സമയം കരുണ വരുന്നതും ഉണ്ണിക്കും നിനക്കൊക്കെയുള്ള ഓണക്കോടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ കരുണയെ അത് ഏൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് കരുണയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കൊടുത്തിട്ട് നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിൻ്റെ കുഞ്ഞ് എന്തിനു പിഴച്ചു, അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ശരീരം നന്നാക്കാനൊക്കെ കണ്ണൻ കരുണയോടായിട്ട് പറയുന്നുണ്ട്. ഇത് കാണുന്ന ദുർഗയാണെങ്കിൽ ഇവിടെ ഒരുത്തനുണ്ട്, അവനിപ്പോൾ കിടപ്പിലായത് നല്ലതാണെന്നായിരിക്കും കരുതിയിട്ടുണ്ടാവുക. കാരണം ഇവളുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ എന്നെല്ലാം പറയുന്നു. തുടർന്ന് കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ണിയേട്ടന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് നിൻ്റെ കൂടി മനസ്സ് നന്നായിരിക്കണം. നിൻ്റെ സ്വഭാവത്തിന് യോജിച്ചൊരുത്തനെ തന്നെയാണ് നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഇവളെ നീ ഇങ്ങനെ സ്നേഹിക്കേണ്ട എന്നും ഇവളുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദൈവങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നും ദുർഗ നല്ല പോലെ കുത്തി പറയുന്നുണ്ട് കരുണയും. ശേഷം ഉണ്ണി ഇനി എണീറ്റ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനിങ്ങനെ വീടിനകത്ത് തന്നെ ചടങ്ങു കൂടാനൊന്നും സമ്മതിക്കില്ല എന്നും അവന് നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെ അവൻ കുടുംബം നോക്കട്ടെ, നീയും അതിനെ അനുവദിക്കരുത് എന്നെല്ലാം കണ്ണൻ ഇങ്ങനെ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കരുണയാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോകുന്നു. ശേഷം അതൊരു നല്ല തീരുമാനമാണെന്നെല്ലാം ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്. തുടർന്ന് നീ പറഞ്ഞതെല്ലാം അതേപടി നടത്തണമെന്നും മാത്രമല്ല മാസം മാസം നീ ഉണ്ണിക്ക് കൊടുത്തിരിക്കുന്ന സാലറിയും കട്ട് ചെയ്യണമെന്നും ദുർഗ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണ പ്രതാപനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ എനിക്ക് ഫ്രൂട്ട്സും ഓണക്കോടിയൊക്കെ തന്നു എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ എന്താ ഒരു തെറ്റ്, മോളുടെ ഭർത്താവ് മോൾക്കായിട്ട് ഒന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് ഒന്നും വാങ്ങി തരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അയാളുടെ ഏട്ടൻ്റെ ഒരൗദാര്യവും എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അതിൻ്റെ കൂടെ അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും എന്ന് കരുണ പറയുമ്പോൾ ഏതായാലും ഈ ഓണം നമ്മുടേതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തം തന്നെയായിരിക്കും ഇത്തവണ നമ്മുടെ ശത്രുക്കൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് അച്ഛൻ മോൾക്ക് തരുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ മോൾ എല്ലാവരെയും സ്നേഹിച്ച് തകർത്ത് അഭിനയിക്കുക എന്നെല്ലാം കരുണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജയിലിലേക്ക് പോകാം, പിന്നെ മോളുടെ വായിലിരിക്കേണ്ടത് ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഒട്ടുപാല എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല എന്ന് പ്രതാപൻ പറയുന്നതും ഏതായാലും ആ കള്ള സന്യാസിക്ക് സംഭവിച്ചതുപോലെയൊന്നും നമുക്കുണ്ടായില്ലല്ലോ. ലക്ഷ്മിയാണെങ്കിൽ വിഷം കഴിച്ചിട്ടും മരിക്കാത്ത കുഞ്ഞാണത്. ലക്ഷ്മി ഒരു പെൺമൂർഖനാണെങ്കിൽ ജനിച്ചിരിക്കുന്നത് രാജവെമ്പാലയാണെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകുമെന്ന് പ്രതാപൻ പറയുന്നതും നീ ഇങ്ങനെ ഗുണ്ടകളെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ആ വിഷപ്പാമ്പായ മാർക്കോയെ ഇങ്ങോട്ട് വരുത്തരുത്. അവനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ അവനൊന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ച് നിന്നെ അവൻ ഇടിച്ച് പഞ്ചറാക്കുമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അവനെ ഭയപ്പെടുന്ന ആരും ഈ നാട്ടിലില്ല. ജയിലിൽ കിടക്കുന്ന പുള്ളികൾക്ക് അവനെ പേടിയാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അവൻ ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് വെച്ച് കളിക്കുന്നവനാണ്. നീയും വാമദേവനും കോടതിയിലേക്ക് പോയ ദിവസം ഓർമ്മയുണ്ടല്ലോ. കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് അവൻ മരിക്കും. അങ്ങനെ ഒരു ഗുണ്ട നമ്മുടെ കൂടെ ഇല്ലാതായി പോയി. നീ പറഞ്ഞു വിടന്മാരൊക്കെ നീ കൊടുക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് വാങ്ങി കഴിക്കും. എന്നിട്ട് അവരുടെ തടി നന്നാവുന്നതല്ലാതെ വേറൊന്നും ഉണ്ടാവുന്നില്ല. പൈസ കൊടുക്കുന്ന നിനക്ക് അടി മാത്രം കൊള്ളാനാണ് വിധി എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഏതായാലും ആ കള്ളസന്യാസിയെ പറഞ്ഞു വിട്ടത് നീയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മാർക്കോയെ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നീ ജയിലിലായതുകൊണ്ട് തന്നെ നിന്നെ അവൻ ചിലപ്പോൾ കൊല്ലില്ലായിരിക്കും. അല്ലെങ്കിൽ തോമസ് സാറിൻ്റെ അടുത്ത് പോയിട്ട് ചികിത്സിച്ചാലും രക്ഷപ്പെടാത്ത രീതിയിൽ നിൻ്റെ ശരീരം അവൻ ഉടച്ചു വാർക്കും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് നമ്മുടെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യണം. പക്ഷേ ലക്ഷ്മിയും കണ്ണനും കരഞ്ഞു കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കുഞ്ഞിനെയോ നമ്മുടെയോ ഭാവി തുലച്ചു കളയരുത്, നമ്മുടെ തടി കേടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപന്. പിന്നീട് ജാനമ്മയുടെ മകനും ഭാര്യയും കൂടിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് തന്ത്രത്തിൽ ജാനമ്മയുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് എന്നും ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അയാൾ പറയുന്നത് കേട്ട്
സന്തോഷിക്കുന്ന ജാനമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്